ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് അബിയു പ്ലാന്റ്സിൻ്റെ നടുവിലാണ് കേട്ടോ. ഇത് കണ്ടോ, ഇവിടെ നല്ല പഴുത്ത് നിൽക്കുന്ന ഒരു അബിയു ഉണ്ട്. ഇത് കണ്ടോ, നല്ല യെല്ലോ കളറായിട്ട്. നമ്മളിതിന് മുമ്പും നമ്മൾ വീഡിയോയിൽ അബിയു പറിക്കുന്നതും മുറിച്ച് കഴിക്കുന്നതൊക്കെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കണ്ടോ, ഇവിടെ ഇരിക്കുന്ന എല്ലാം തന്നെ നിറച്ച് കായായിട്ടുള്ള അബിയു ആണ് കേട്ടോ. ഇത് കണ്ടോ, നിറച്ച് കായായിട്ടുണ്ട് ഇതിലൊക്കെ. ഇതിലുള്ള ഏകദേശം പ്ലാന്റ്സ് എല്ലാം തന്നെ നിറച്ച് കായായിട്ടുള്ള തൈകളാണ് കേട്ടോ. നമുക്ക് അധികം കെയറിങ് ഒന്നും വേണ്ടാത്തൊരു പ്ലാന്റ് ആണ്, പെട്ടെന്ന് തന്നെ ഫ്രൂട്ട് ആവുന്ന പ്ലാന്റ് ആണ് കേട്ടോ. നമുക്ക് ചെറിയ തൈ മുതൽ വലിയ തൈ വരെ നമ്മുടെ നഴ്സറിയിലുണ്ട്. നമുക്കിതിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നും എങ്ങനെ നടണമെന്നും ഒക്കെ നമുക്ക് വിശദമായിട്ടൊന്ന് അന്വേഷിച്ചറിഞ്ഞാലോ. അധികം കെയറിങ് ഒന്നും വേണ്ടാത്ത ഒരു അടിപൊളി ഫ്രൂട്ട് പ്ലാന്റ് ആണ് കേട്ടോ അബിയു. നമ്മുടെ ആമീസിലെ നല്ല അടിപൊളിയായിട്ടുള്ള ഹെൽത്തി വലുതും ചെറുതുമായിട്ടുള്ള അബിയു പ്ലാന്റ്സ് ഒക്കെ അവൈലബിൾ ആണ്. പ്രത്യേകിച്ച് സീസണൊന്നുമില്ല, ഒരു വർഷത്തിൽ 2 പ്രാവശ്യമൊക്കെ അടിപൊളിയായിട്ട് കായ്ച്ചു നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് അബിയു. അബിയു നട്ട് കഴിഞ്ഞിട്ട് 2 വർഷം കഴിയുമ്പോഴേക്കും ഫ്രൂട്ടിംഗ് ഒക്കെ സ്റ്റാർട്ട് ആവുവേ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൂട്ട്സ് ആണ്. പുറത്ത് നല്ല യെല്ലോ കളറും ഉള്ളിൽ ക്രീം കളർ പൾപ്പുമാണ് അബിയുവിൻ്റെ സ്പെഷ്യാലിറ്റി. പ്രത്യേകിച്ച് സ്പെഷ്യൽ കെയർ ഒന്നും വേണ്ട കേട്ടോ. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, വേനൽക്കാലത്ത് നല്ലപോലെ നനച്ചു കൊടുക്കണം. കൂടെ ഇച്ചിരി പൊതയിട്ട് കൊടുക്കുന്നത് നല്ലതാണ്, തണവൊന്ന് നിലനിൽക്കാൻ വേണ്ടിയിട്ടോ. നമ്മുടെ അബിയു പ്ലാന്റ്സിൻ്റെ ചെറുതും വലുതായിട്ടുള്ള ഒരുപാട് പ്ലാന്റ്സ് നമ്മുടെ നഴ്സറിയിലുണ്ട്. അപ്പോൾ പ്ലാന്റ്സ് വേണ്ടവരും ഇനി നടാൻ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലൊക്കെ താഴേക്കാവുന്ന നമ്പറിൽ വിളിച്ചാൽ മതി കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഗാർഡനിങ്.